മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ലീഗ്. പി.വി. അൻവറിന്റെ ആരോപണങ്ങളിൽ അന്വേഷണം വേണമെന്ന് മുസ്ലിം ലീഗ്. ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയണം. PMA സലാം. പി.വി. അൻവറിന്റെ ആരോപണത്തിൽ പാർട്ടി മറുപടി പറയുമെന്ന് റിയാസ്. പ്രതികരിക്കാതെ മുന്നോട്ടു പോയാൽ നിങ്ങൾ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കും. വ്യക്തിപരമായ ആരോപണങ്ങൾക്ക് മറുപടിയില്ലെന്നും റിയാസ്. അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ തള്ളിക്കളയില്ല എന്ന് രമേശ് ചെന്നിത്തല. CPM-ൽ തന്നെ നേതാക്കളും പിന്തുണ അൻവറിനുണ്ട്. CPM കേന്ദ്ര നേതാക്കൾക്ക് അതൃപ്തി. കേരളത്തിൽ തുടരുന്ന വിവാദങ്ങളിൽ CPM കേന്ദ്ര നേതാക്കൾക്ക് അതൃപ്തിയെന്ന് സൂചന. വിവാദങ്ങൾ ഒഴിവാക്കി പാർട്ടി നിശ്ചയിക്കുന്ന തിരുത്തലുകൾ നടപ്പിലാക്കുമെന്നും ആവശ്യം. അൻവർ പാല് കൊടുത്ത കൈക്ക് കടിച്ചു എന്ന് AK ബാലൻ. അൻവറിനെ കടന്നാക്രമിച്ച് CPM നേതൃത്വം. അൻവറിന്റെ പിന്നിൽ ഗൂഢകേന്ദ്രം. ആരോപണങ്ങൾ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് LDF കൺവീനർ. അൻവർ പിന്നോട്ടില്ല, പോരാട്ടം തുടരുമെന്ന് അൻവർ. രാഷ്ട്രീയപരമായി കൂടുതൽ കാര്യങ്ങൾ പുറത്തുവിടാനുണ്ടെന്നും അൻവർ. തൃശൂരിൽ ATM കവർച്ച. 3 ATM-കളാണ് കൊള്ളയടിച്ചത്. ഏകദേശം 65 ലക്ഷം രൂപയോളം കൊള്ളയടിച്ചിട്ടുണ്ട്. പുലർച്ചെ 2-നും 4-നും ഇടയ്ക്കാണ് സംഭവം. സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മാപ്രാണം, കോലാഴി, ഷൊർണൂർ റോഡ് SBI ATM-കളാണ് കൊള്ളയടിച്ചത്. ശിരൂരിൽ മരിച്ച അർജുന്റെ മൃതദേഹം കൈമാറുന്നത് വൈകിയേക്കും. DNA ഫലം കാത്ത് ശിരൂരിൽ തുടർന്ന് ബന്ധുക്കൾ. അന്ത്യയാത്രയ്ക്കുള്ള ഒരുക്കത്തിൽ കണ്ണടിക്കൽ ഗ്രാമം. നെഹ്റു വള്ളംകളി നാളെ. ആവേശം തീർക്കാൻ 19 ചുണ്ടൻ ഉൾപ്പെടെ 74 വള്ളങ്ങൾ ഇറങ്ങും. EP ജയരാജൻ വധക്കേസ്. K സുധാകരനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ സർക്കാർ അപ്പീൽ ഇന്ന് സുപ്രീം കോടതിയിൽ. ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്ത് ഹർജി. വിശാല ഗൂഢാലോചനയിൽ സുധാകരന് പങ്കുണ്ടെന്ന് വാദം.